ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ അപ്പോൾ ചാനൽ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലും ഈ ഫുഡിൻ്റെയും അതുപോലെ തന്നെ കുക്കിംഗ്, പിന്നെ എന്തെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെയൊക്കെ വീഡിയോസാണ് ഇടാറുള്ളത്. ബട്ട് സ്റ്റിൽ എനിക്ക് മോട്ടിവേഷനായിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻസ്പയർഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും അതായത് കോഴ്സിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അക്കാദമിക് കൗൺസിലറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്തെങ്കിലും കോഴ്സിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കണമെന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയാണ്. ഈ കോഴ്സ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ കുറച്ച് ഫെമിലിയറായിട്ട് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് ഒരു 2 വർഷത്തേക്ക് ആയി കാണും എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ട്. കാരണം ഞാൻ +2 കഴിഞ്ഞ് ഇറങ്ങിയ ടൈമിലൊന്നും ഈ കോഴ്സിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ സസ്പെൻസ് തരാണ്ട് ഞാൻ ആ കോഴ്സ് എന്താണെന്നും അതിനെപ്പറ്റിയും ചെറിയൊരു ഡീറ്റെയിലിങ് തരാം. വേറൊന്നുമല്ല, ഞാൻ പഠിക്കുന്നത് മെഡിക്കൽ സ്ക്രൈബിംഗ് ആണ്. ചിലവർക്കിത് അറിയാമായിരിക്കും, ചിലവർക്കിത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കും. മെഡിക്കൽ കോഡിങ്, അതുപോലെ തന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, മെഡിക്കൽ ബില്ലിംഗ് അങ്ങനത്തെയൊക്കെ ഒരു കോഴ്സ് കേട്ടിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ അതിനോട് ഫെമിലിയർ ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഡോക്യുമെൻറ്റിംഗ് ജോബ് തന്നെയാണ് നമ്മുടെ മെഡിക്കൽ സ്ക്രൈബിംഗ്. കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് എ ഫിസിഷ്യൻ, അതായത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡായിട്ട് പ്രവർത്തിക്കുക ലൈവ് ടൈമിൽ. അതായത് എന്താണെങ്കിലും പറയുന്ന എന്ത് റിപ്പോർട്ട്, ആ ഒരു പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഫാമിലി റിപ്പോർട്ട് ആയിക്കോട്ടെ, ഡിസീസിൻ്റെ ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, എന്ത് അതുപോലെ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്, അവർ നേരത്തെ ഉപയോഗിച്ച മെഡിസിൻസ്, ഇനി ഉപയോഗിക്കേണ്ട മെഡിസിൻസ്, എല്ലാ റിപ്പോർട്ടും നമ്മളൊരു ഒരു ഫയലിലാക്കിയിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന വർക്കാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ലൈവായിട്ട്, ഒരിക്കലും റെക്കോർഡഡ് അല്ല, ലൈവായിട്ട് ഡോക്ടർ ഇരിക്കുന്ന ആ ടൈമിൽ തന്നെ റെക്കോർഡ് വരുന്ന ഒരു വർക്കാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിനൊരിക്കലും നമ്മൾ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയില്ല. ലൈവ് ചാറ്റിംഗ് അല്ലെങ്കിൽ ലൈവായിട്ട് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ. ഹെൽത്ത് കെയർ IT പ്രൊഫഷനാണ്. കംപ്ലീറ്റ്ലി അതൊരു IT പ്രൊഫഷനായിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ +2 ആണ്. അത് നമുക്ക് ഏത് സ്ട്രീമായാലും പ്രശ്നമില്ല. പിന്നീട് നമുക്ക് ഈ ജോബിലേക്ക് പ്രവേശിക്കുമ്പം നമുക്ക് 16 വേർഡ് പെർ മിനിറ്റ് അത്രയും സ്പീഡ് ആവശ്യമാണ്. ടൈപ്പിംഗ് സ്പീഡാണ് ഇതിൽ കൂടുതലും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ നോക്കുന്നത്. പിന്നീടാണ് നമ്മൾ ഹെൽത്തിനെ പറ്റിയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളൊരു മെഡിക്കൽ ടേം കേട്ടാൽ, അതായത് നമ്മളിപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഒരു മെഡിക്കൽ ടേം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ, അതിൻ്റെ മീനിങ് ഇതാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു നോളജ് നമുക്ക് വേണം. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എല്ലാ ഡോക്ടേഴ്സും അവരുടെ മെഡിക്കൽ ടേമിലാണ് അവർ ഓരോ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ, ഒരു ഹാർട്ടിനാണെങ്കിൽ അവർ കാർഡിയോ, ഹാർട്ടിൻ്റെ സർജറിക്കാണെങ്കിലും അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഡോക്ടർ ഹാർട്ട് ബേസ്ഡ് ആണെങ്കിൽ എല്ലാം ഒരു കാർഡിയോ യൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ എന്ത് ടേം ആണെങ്കിലും അവർ മെഡിക്കൽ ടേം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അത് മെഡിസിൻ ഡ്രഗിൻ്റെ ആണെങ്കിലും ശരി, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, സർജറീസ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡിസീസിൻ്റെ പേരിലാണെങ്കിലും അവരവരുടെ ടേം, അതായത് മെഡിക്കൽ ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളത് മെഡിക്കൽ ടെർമിനോളജി ഫസ്റ്റ് നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. പിന്നീടാണ് അനാട്ടമി, ഫിസിയോളജി, പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ലതായിട്ട് കൊടുക്കാനൊക്കെ നമുക്ക് കഴിയും. നമ്മൾ US ബേസ്ഡ് കമ്പനീസിലാണ്, അതായത് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ. അനാറ്റമിയിൽ ഏതൊരു സംസാരിക്കുന്ന ലാംഗ്വേജ് മനസ്സിലാക്കാനും അവർക്ക് മനസ്സിലാക്കി വെക്കുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ ബയോളജി റിലേറ്റഡ് ടെക്സ്റ്റ് വരുമ്പം. അല്ലാത്ത നമ്മൾ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഫ്ലുവൻ്റ് ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാനും റിപ്ലൈ കൊടുക്കാനുള്ള അറിവുണ്ടാകുക. പിന്നെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 16 വേർഡ്സ് പെർ മിനിറ്റ് അത് വേണം. അതുപോലെ തന്നെ പുറത്ത് ഹൈദരാബാദ്, ബാംഗ്ലൂർ, പിന്നെ നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, MNCs, ഇവിടുത്തെ കമ്പനീസിലാണെങ്കിലും മോസ്റ്റ്ലി നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും വരുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സ് ആ ഒരു സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതലും നമ്മുടെ US ബേസ്ഡ് കമ്പനീസ്, അതായത് USA ഡോക്ടേഴ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെന്നല്ല, ഇന്ത്യയിലുണ്ട്, എന്നാൽ US ഡോക്ടർമാർ അവരുടെ വർക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്ത മെത്തേഡാണ് ഈ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. പിന്നീട് ആദ്യമേ അവർ ജസ്റ്റ് ഒരാളെ ഹയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അത് ഒരു കോഴ്സായി, പ്രൊഫഷനായി, അങ്ങനെ അതിന്
അത് ഇതൊരു സ്റ്റാൻഡേർഡ് കോഴ്സ് ആയെങ്കിലും ഇതിന് പ്രത്യേകിച്ച് നമുക്ക് സർട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ CPC അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ ഇല്ലേ, അതുപോലെ നമുക്ക് ഇതിനൊരു സ്പെസിഫൈഡ് സർട്ടിഫിക്കേഷൻ. ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്താലും സ്റ്റാർട്ടിങ് ഒരു ഫ്രഷറിനാണെങ്കിൽ 25K മുതലാണ് നമുക്ക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് 40, 1 lakh അത്രയും നമുക്ക് എത്താൻ പറ്റും. അത്രയും വലിയ സാലറി ഡിമാൻഡുള്ള ഒരു ഞാൻ ആക്ച്വലി ചൂസ് ചെയ്തത് ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഓഫ്ലൈൻ ചെയ്യുന്നില്ല. നമുക്ക് രണ്ടും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൺലൈനായിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് വിവാ ക്രിസ്തു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന നമ്മുടെ മാരഡിൽ വരുന്ന ഒരു കോളേജാണ്. ഇപ്പോൾ കൊമേഴ്സ് എടുത്ത കുട്ടികൾക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ജോബാണ്. അപ്പോൾ അറിയാണ്ട് പോയവരുണ്ടെങ്കിൽ ഈ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇത് പഠിച്ച് കാലിബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ 25K തൊട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ജോബ് ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് ജോബിന് കയറി കഴിഞ്ഞാലും ഒരു ബേസിക് 10,000 അല്ലേ, അത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ബട്ട് ഇതിനങ്ങനെയല്ല. ഇത് നമ്മുടെ കാലിബർ അനുസരിച്ച് കൂടുകയും ചെയ്യും. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് 25K തൊട്ട് ഏൺ ചെയ്യാനും പറ്റും. ആക്ച്വലി ഞാൻ പഠിക്കുന്നത് വിവാ ക്രിസ്തു ഇൻ്റർനാഷണൽ കോളേജിലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 15% ഫീസ് അടച്ചിട്ട് ബാക്കി 50% പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് അടക്കേണ്ടത്. കൂടാണ്ട് അവർ നമുക്ക് ലാപ്ടോപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഫ് നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതനുസരിച്ച് നമ്മുടെ ഫീസ് കുറച്ച് തരുന്നതാണ്. അപ്പോൾ ഈ കോളേജിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റിയോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇനി ഏതെങ്കിലും കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.